ബ്രോ എങ്ങനെയുണ്ട്? പടം എങ്ങനെയുണ്ടായിരുന്നു? വലിയ ഗുണമൊന്നുമില്ലേ? അതെന്ത് പറ്റി? ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ലായിരുന്നു, സെക്കൻഡ് ഹാഫ് അപരാധങ്ങള്. ആഹാ, അല്ല പിന്നെ ഫൈറ്റ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കത്തി ഫൈറ്റ് എത്ര പറയാനൊന്നും. ക്ലൈമാക്സ് ഫൈറ്റാ? ക്ലൈമാക്സ് ഫൈറ്റ് ഒന്നും ഇല്ല, വെറും അലമ്പാ. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല, കണ്ടിരിക്കണം. സെക്കൻഡ് ഹാഫ് ഒരു അലമ്പാണ്. ബോറിംഗ് ആണ്. സെക്കൻഡ് ഹാഫ് ബോറിംഗ് ആണ്. ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട്? ആരാ കൂടുതൽ ഇഷ്ടപ്പെട്ട? ആരാ? ഫഹദിനായിരുന്നോ? ഫഹദിന്റെ ഫാനാണോ? ഇഷ്ടപ്പെട്ടോ സിനിമ? അല്ലു അർജുൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടു. എങ്ങനെ ഉണ്ടായിരുന്നു പടം? അടിപൊളിയായിരുന്നോ? ഇഷ്ടപ്പെട്ടോ? ആരെയാ കൂടുതൽ ഇഷ്ടപ്പെട്ട? ആരായിരുന്നു? ഫഹദിനെയോ? പുഷ്പനെയാണോ? ഒന്ന് കാണിക്കാവോ പുഷ്പ? ഓ, അല്ലു അർജുന ഇഷ്ടപ്പെട്ടു. പൊളിയായിരുന്നാ? ഇഷ്ടപ്പെട്ടു. ഉറക്കം പോയില്ലല്ലോ? അല്ല മോളെ, ഇന്നത്തെ ക്ലാസ് ആ, ഇത് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നോ? ആണാ? എങ്ങനെ ഉണ്ടായിരുന്നു ബ്രോ പടം? കങ്കുവാട് കൂടെ അത്രയ്ക്ക് ബോറായിപ്പോ? ആണാ? ഈ ഫഹദ് ഫാസിന്റെ ആ ഫസ്റ്റിനകത്ത് കണ്ട ആ ഒരു ഇമ്പാക്ട് സെക്കൻഡിൽ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇത് കേരളത്തില് ഹിറ്റ് ആവുമോ സിനിമ? തോന്നുന്നില്ല. അവിടെ സ്ക്രിപ്റ്റ് വീക്കാണോ സിനിമ? അധികാരികമായിട്ട് പറയാൻ അറിയാമല്ലോ. അല്ലെ, എടുത്തു പറയാനായിട്ട് ഒന്നുമില്ലേ? പ്രത്യേകിച്ച് എടുത്തു പറയാൻ പഴയ ഒരു പുഷ്പ എന്ന ഫയറല്ലേ, ഫയറ് ഒന്നും കണ്ടില്ല. ഫയർ എല്ലാം കൂടെ ഫ്ലവർ ആയി പോയി ശരിക്കും. മറ്റേ സീരിയൽ, കണ്ണീർ സീരിയൽ പോലെ. അത് ശരിയാ. തിയേറ്റർ മെയിനായിട്ട് വിഷയമാണല്ലോ. ഇഷ്ടപ്പെട്ടോ? സെക്കൻഡ് പാർട്ട് തേർഡ് പാർട്ടിന് വേണ്ടി വന്നിരിക്കുന്നുണ്ട്. ഫസ്റ്റ് പാർട്ടിന്റെ ബെറ്റർ ആയിട്ടുണ്ട്. തേടുണ്ടോ ഇനി? തേടുണ്ട്. അപ്പൊ തീരത്തില്ല. ആ, പുഷ്പ ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കുക. പുഷ്പ ഇന്റർനാഷണൽ. സൂപ്പർ, കുഴപ്പമില്ല. അല്ലു അർജുൻ അങ്ങനെ ഉണ്ടായിരുന്നു? അല്ലു അർജുൻ മറ്റേനെക്കാട്ടും നല്ല ഒരു വേറെ ലുക്കിലാണ്. പിന്നെ കുറച്ചുകൂടെ മെച്ചപ്പെട്ടിട്ടുണ്ട് പുള്ളിയുടെ ആക്ടിങ്. ഫഹദിന്റെ അടിപൊളി. മൊത്തത്തിൽ കൊള്ളാം സിനിമ. എങ്ങനെയുണ്ട് ബ്രോ പടം? എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റിനെക്കാട്ടി കൊള്ളാവോ? ഇമോഷണൽ ആണോ കൂടുതലും? ഫസ്റ്റിനെക്കാട്ടി ബെറ്റർ ആണോ സെക്കൻഡ്? ഫസ്റ്റിനെക്കാട്ടി ബെറ്റർ ആണ്, പക്ഷെ ലാസ്റ്റ് ക്ലൈമാക്സ് നമുക്ക് അങ്ങോട്ട് എന്താണ് സംഭവം മനസ്സിലായി പോരാ. ഫൈറ്റ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആ ഫസ്റ്റിൽ വന്ന ആ ഒരു ഇമ്പാക്ട് ലാസ്റ്റ് കാണിക്കുന്ന ഫഹദ് ഫാസിലിന്റെ ആ ഒരു ഇമ്പാക്ട് ഇതിൽ ഇതിനകത്ത് കിട്ടിയിട്ടില്ല. പടം എന്നെ കൊണ്ട് പക്കയാണ്. സൂപ്പർ പടമാണ്. പടം ഹിറ്റ് ആവുമോ? ഹിറ്റാവല്ലോ. ഫസ്റ്റ് അത്ര ഹിറ്റായ സ്ഥിതിക്ക് സെക്കൻഡ് ഹിറ്റ് ആയിരിക്കാൻ ചാൻസ് കുറവാണ്. ഇനി ഒരു പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ? പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല, പക്ഷേ കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് പാർട്ടിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഇൻഡ് വെക്കുന്നുണ്ടോ അവര്? ഇന്ത്യകളാണ് ലാസ്റ്റ് വെക്കുന്നത്. പക്ഷേ എന്ന് വെച്ചാലും ഫസ്റ്റ് എനിക്ക് ഈ പറഞ്ഞ ഫസ്റ്റ് ഹാഫ് മൊത്തം കിടക്കാച്ച സാധനമാണ്. പക്ഷേ സെക്കൻഡ് ഹാഫ് അത്ര പോരാ. പാട്ട് വണ്ണ് വെച്ച് നോക്കുമ്പോൾ വലിയ ഗുണമില്ല. വണ്ണാണോ ബെസ്റ്റ്? ആണോ? അതെന്താ ബോറിംഗ് ആയിരുന്നു? ലാഗ് ഉണ്ടായിരുന്നു. ഫഹദിന്റെ ക്യാരക്ടർ അങ്ങനെ ഉണ്ടായിരുന്നു. നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു പാർട്ട് കൂടെ വരുന്നുണ്ടോ? 3 വരുന്നുണ്ട്. അപ്പൊ അത് കാണാനായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ? ഫൈറ്റ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഫൈറ്റ് ആയിരുന്നു. ക്ലൈമാക്സ് ഫൈറ്റ് ട്വിസ്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ കുഴപ്പമില്ല. പീറ്റർ ഹൈൻ അല്ലേ? കൊള്ളത്തില്ല. 4 മണിക്ക് വന്നത് വേസ്റ്റാണ്. ആവറേജ്. ബ്രോ പടം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. 4 മണിക്ക് വന്നത് ഓക്കെ ആയ? പോരാ. ഓക്കെ ബ്രോ, കൊള്ളാം. ഇഷ്ടപ്പെട്ടോ? പടം ഫസ്റ്റ് തന്നെയാണ് എന്തുകൊണ്ട് ബെറ്റർ. സെക്കൻഡില് പിന്നെ പറയാനായിട്ട് നമ്മൾ ഉദ്ദേശിച്ച ഹൈപ്പിനനുസരിച്ചൊന്നും കിട്ടിയിട്ടില്ല. ഒരിക്കലും കിട്ടില്ല. അഭിനയിച്ച് തകർക്കാൻ നോക്കി. അല്ലു അർജുന്റെ ആക്ടിംഗ് ബേസ് കുഴപ്പമൊന്നുമില്ല. സ്ക്രിപ്റ്റും മൊത്തത്തിൽ ഡയറക്ഷനൊക്കെ ഭയങ്കര ബോറായിരുന്നു. കൊടുത്തൊരു ഹൈപ്പിനുള്ള ഒരു ഇത് പടം തന്നു. ഫഹദ് ഫാസിലിന്റെ ഒരു ഇതെങ്ങനെ ഉണ്ടായിരുന്നു? ഒരു
ഞാൻ ക്യാരക്ടർ പറയുന്നില്ല, അസീസിൽ അഭിനയത്തില് ബെറ്റർ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അല്ലു അർജുൻ ആണെങ്കിലും ആക്ടേഴ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഒരു മലയാളി പ്രേക്ഷകർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പോയില്ല. കാര്യം എല്ലാവരും ഫസ്റ്റിന്റെ ആ ഒരു സ്ക്രിപ്റ്റും അതും ആ ഒരു രീതിയൊക്കെ പ്രതീക്ഷയാണ് നിൽക്കുന്നത്. ഇനി ഒരു തേർഡ് പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഈ ഒരു പോരായ്മ ഏതെങ്കിലും വിധത്തിൽ തേർഡില് പരിഹരിക്കുകയാണെങ്കിൽ മേ ബി ഒരു കംബാക്ക് കൊണ്ടുവരാം. അല്ല, ഈ വെളുപ്പിനെ 4 മണിക്ക് കണ്ടിട്ട് എന്തുവാ എന്ന് ചോദിക്കേണ്ട അവസ്ഥ വന്നോ? നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. കാര്യം ഫാൻ ഷോ ആണല്ലോ, എല്ലാവരും പ്രതീക്ഷയിലേ വരുന്നത്. എന്നാലും കങ്കുവ കണ്ടിട്ട് നമ്മൾ എന്തുവാന്നാ ചോദിച്ചാ. ഇത് കണ്ടിട്ട് ഇനി അങ്ങനെ എന്തെങ്കിലും അങ്ങനെ അത്രക്ക് ബോറ് പറയാൻ അല്ല. അതെ 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 അതെ. ഓക്കെ ഓക്കെ. മ്യൂസിക്